ജീവിതത്തിൽ ഏറ്റവും പാവം ആരാണ്? പാവം ഞാൻ എല്ലാരും പറ്റിക്കുവാനാ. ആരെന്ത് പറഞ്ഞാലും അത് ഒന്നാമത് കടം ചോദിക്കുക. നമ്മൾ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾ കടം ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാതെ ഭയങ്കര ടെൻഷനാണ്. നമ്മൾ ഉണ്ടായിക്കാണ്ട് ആ കടം കൊടുത്ത ഒരു ഇതാക്കാൻ പറ്റിച്ചിട്ടുണ്ട്. ഒരു വിധമൊന്നും അല്ല, ആരും കൊടുത്തിട്ടില്ല. ഒരുപാട് ആളുകൾ അത് അവര് മനസ്സിലാക്കൂല എന്നുള്ളത് അത്ര വിഷയം. അത് ഓരോരുത്തരും നല്ല വീട്ടിൽ കാര്യം ഭയങ്കര ടെൻഷനാണ്. അയൽവാസികൾക്ക് പെണ്ണുങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ കാര്യങ്ങൾ ആൾക്കാർ വേറെ ധരിക്കൂല. പ്രത്യേകിച്ച് പെങ്ങന്മാർക്ക് ഇതിന്റെ റോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇവരെ പറയാൻ വിശ്വസിക്കൂല. അങ്ങനെ തന്നെ കാര്യം ആ പണി ചെന്ന് കാട്ടിച്ചിട്ടുണ്ടാവും. ചിരിച്ച് കൊളാക്കുന്നതാരാ? അത് പാത്തു. അത് പാത്തു. ആ അത് നമ്മൾ ലാസ്റ്റ് മറ്റേ പഞ്ചായത്ത് ചിരിക്കാൻ സമയം കൊടുക്കൂലേ? എപ്പോഴും അത് ഈ വർക്ക് മാത്രമല്ല, ഏത് സീരിയസ് വിഷയം മാത്രമല്ല, ഏത് വിഷയത്തിലായാലും ചിരി വന്നാലേ ഒരാൾ എഡിറ്റിംഗ് തിരക്കിലായിരിക്കുമ്പോ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ആരായിരിക്കും? അവന്റെ വൈഫ്. അപ്പൊ വന്നാ അപ്പ പറയും ജ്യൂസ് ലൈം, ജ്യൂസ് ലൈം. ബത്തൊക്കെ കുടിച്ചോടുന്ന പൈനാപ്പിൾ ജ്യൂസ്. 1 മണിക്ക് എന്നാലും ജ്യൂസ് അല്ല ഓളെ കണ്ട ജ്യൂസ് ജ്യൂസ് ജ്യൂസ്. ഇത് ഞങ്ങള് പറയും ഞാൻ ഓളപ്പോ പണ്ട് കൊച്ചിരി ഇങ്ങനെയായിരുന്നോ നിങ്ങളുടെ കൊണ്ട് ജ്യൂസ്? അന്നൊക്കെ ഞാനും ഒറ്റക്ക് കോഴിമുട്ട പുഴുങ്ങ കാണാതെടുത്ത് തിന്ന് ഞാനൊരു അങ്ങനെ തന്നെ. എന്നിട്ട് ഉമ്മ പേടിച്ചൊരു കോഴിമുട്ട വരെ എടുത്ത് നമ്മളെ വീഡിയോ ഒക്കെ ഓട്ടം ചാട്ടവും അടികൊണ്ട് ഓടുന്നതും ഒക്കെ അങ്ങനെ നിന്നോട്ട് സംസാരിക്കുന്ന വിഷയമല്ല. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം ഓടുന്നതും ചാടുന്നതും എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. അതാണ് സ്ക്രീനിൽ എപ്പോഴും അങ്ങനെ വേണം. അതിങ്ങനെ സൈലന്റ് നോമ്പായിട്ട് വരെ ആളുകൾക്ക് ഇഷ്ടമാണല്ലോ. ഞങ്ങളെ കൂടെ മുസ്ലിംസ് ഞങ്ങളിങ്ങനെ ഞങ്ങള് എല്ലാരും ഉണ്ടാവില്ല, മറ്റു മതക്കാരുണ്ടാവില്ല. അപ്പൊ അവർക്ക് ജ്യൂസ് ആയിട്ട് വന്നപ്പോ ലാസ്റ്റ് ലൊക്കേഷൻ ഞങ്ങള് 4:30 സമയമാണ്. ആകെ വെള്ളമൊക്കെ വറ്റി ആകെ ഞാൻ ടയർഡായിക്കണ വെന്നിക്കും ചേച്ചിക്കും ഷേദക്കും ജ്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നു. അതാ വീട്ടിൽ നിന്ന് ഞങ്ങൾ മുന്നിൽ ഞാൻ ആദ്യം ആക്കിയിട്ടില്ല, ഇവരാക്കിയിട്ടുണ്ടാവും. അതാണ് പറയണത്. ഒരു നോമ്പാണെങ്കിൽ കഴിക്കലില്ല. അങ്ങനാണ്ട് 2 കിലോ മാങ്ങ കഴിച്ചത്. പൈസ കട്ടാണ് ഈ വർഷം. ഈ വർഷം കട്ട്. കാരണം 15 ക്യാഷ് ലീവ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് 17, 18, 25, 26 കഴിക്കണേ. അത് ഒന്നാമത് ഇപ്പൊ ഞങ്ങൾ അടുപ്പിച്ച് ഷൂട്ട് പറഞ്ഞാല് ഒന്ന് പാത്ത് ദുബായിൽ പോയി, പിന്നെ പാത്ത് പെട്ടെന്ന് വരാണ്ട് പോയി അവിടെ നിന്ന് ചെക്കനെ കൂടെ കൂടിയിട്ട് ശരിയാണ്. ഞാൻ വൈഫിനോട് നോക്കിയപ്പോ വീഡിയോയുടെ കാര്യത്തിൽ നോക്കാം. ഞാൻ എന്താ പറയുക, വാ കണ്ടൂടെ മുത്തം കൊടുക്കാൻ വേണ്ടി. ഈ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇത്ര ടൈം ഇടണം, ഇത്ര വീഡിയോസ് ഇടണം, ഇപ്പോഴും ആളുകൾ കൺഫ്യൂഷൻ ഉണ്ട്. അതിന്റെ കുറെ റീൽസ് പരിപാടി ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരം വീഡിയോ ഇടുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഒരു വ്യൂ ഉണ്ട്. എങ്ങനെ ഏത് ടൈമാണ് ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടുക? അത് നിങ്ങളുടെ എങ്ങനെയാ? ഇപ്പൊ നമ്മളെ വീഡിയോസ് ഏറ്റവും പ്രേക്ഷകർ പെണ്ണുങ്ങളാണല്ലോ. ഏറ്റവും ലേഡീസ് നമ്മൾ കൂടുതൽ വീഡിയോ കാണുന്ന സമയം ഏറ്റവും പെൺകുട്ടികൾ ഫ്രീ ആവുന്ന സമയപ്പോഴാണ് ഉച്ചക്ക് വർക്ക് കഴിഞ്ഞ് ഒന്നെങ്കിൽ 1:30 മണി സമയം അല്ലെങ്കിൽ 2:30 സമയം. അത് മുതൽ ഒരു വൈകിട്ട് 4 മണി വരെ അല്ലെങ്കിൽ ആ സമയമാണ് അവരെ ഒരു ഫ്രീ ഉള്ളത്. അത് ഒന്നുകിൽ അവർ ഉറങ്ങുന്ന സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യില്ല. ചില സമയങ്ങളിൽ നമുക്ക് BGM മറ്റൊക്കെ എന്തെങ്കിലും ഷോർട്ട് അല്ലെങ്കിൽ കോപ്പറേറ്റ് ഇഷ്യൂ നമുക്ക് യൂട്യൂബ് പോസ്റ്റ് ചെയ്തതിനു ശേഷം കാണിക്കണമെങ്കിൽ രണ്ടാമത് ഈ പ്രശ്നം വരികയാണെങ്കിൽ സ്പോട്ട് ചെയ്യാൻ ടൈം വെച്ചാണ്ട് വൈകുന്നേരം 6 മണി ആ സമയം ചെയ്യില്ല. പക്ഷെ എന്നാൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഒരു ഡേ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും 1:30 രാവിലെ. സൺഡേകളാണെങ്കിൽ രാവിലെ 8:30 മണിക്ക് നമുക്ക് കിടന്ന് ഉറങ്ങി എണീക്കുന്ന സമയം നോക്കിയാൽ മതി. ഞായറാഴ്ചകളിൽ ഞായറാഴ്ച നമ്മൾ പോസ്റ്റ് ചെയ്യില്ല. ഞായറാഴ്ച പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും പറയുള്ളത് ഞായറാഴ്ച പോസ്റ്റ് ചെയ്യണമെങ്കിൽ രാവിലെ 8 മണി 8:30 പോസ്റ്റ് ചെയ്യണം. കാരണം നമ്മളൊക്കെ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയം. മറ്റേ നമ്മൾ രാവിലെ 6:30 എണീക്കും. അന്ന് നമ്മൾ 7 മണി 7:30 1 മണിക്കൂർ കൂടുതൽ കിടന്നുറങ്ങും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇന്ന് കാണുമ്പോൾ കാണും. ആ ടൈം നോക്കിയാൽ മതി. ആളുകളുടെ മറ്റേ എങ്ങനെ കാണുന്നൊക്കെ നോക്കിയിട്ടാ ആൾക്കാരെ മനസ്സിലാക്കി. ഇന്ന് പോസ്റ്റ് ചെയ്തു, ഇന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇന്ന് നിസു ചെയ്തു, മറ്റന്നാളെ നാളെ ആരെയും കണ്ടാ പറയാം എല്ലാവർക്കും വീഡിയോ എന്ന് അറിയണം. നിങ്ങളിത് പച്ച നിർത്തിയ
പക്ഷെ അത് ചില ആൾക്കാർക്ക് ഒന്നും കാണൂല, വെറുതെ ഇന്നലെ post ചോദിക്കണ്ടേ. ചെയ്ത സാധനം. കണ്ടാൽ ആളുകൾക്ക് ചോദിക്കാനുള്ള അല്ല പരിപാടിയൊക്കെ നിർത്തിയാ വീഡിയോ ഒന്നും ഇല്ല ഇപ്പൊ അവര് കാണില്ല. കൊറേ കാലം ഷൂട്ട് കഴിഞ്ഞ് പോവാ അപ്പോഴും ചോദിക്കാം കൊറേ കാലമായിട്ട് വീഡിയോ ഒന്നും ഇറങ്ങണില്ലേ. ഓരോ അധികം ആദ്യം നമ്മൾ 4 ദിവസം പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ പാത്തുവിനെ ഡെയിലി പരപ്പനാടി പോയിരുന്നതും പിന്നെ അവളെ മക്കളൊക്കെ പഠിക്കുന്ന സമയമല്ലേ, അതെ. അപ്പൊ ശനി ഞായർ ഷൂട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. അതിന് ടൈം നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയാ എനിക്ക് പൈസ ന്റെ കട്ടാണ് ഈ വർഷം. കുറെ വർക്ക് ഈ വർഷം കട്ട്. കാരണം 15 ക്യാഷ് ലീവ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് 17, 18, 25, 26 ഒക്കെ ആയിക്കണ്. അല്ല ഒന്നാമത് ഇപ്പൊ ഞങ്ങൾ അടുപ്പിച്ച് ഷൂട്ട് പറഞ്ഞാല് ഒന്ന് പാത്ത് ദുബായിൽ പോയി, പിന്നെ പാത്ത് പെട്ടെന്ന് വരാണ്ട് പോയി കാരണം അവിടെ ചെക്കനെ കൂടെ കൂടിയിട്ട് ശരിയാണ്. ഞാൻ ഷൂട്ടിന് ഞാൻ എപ്പോഴും നോക്കാം. ഞാൻ വൈഫിനോട് നോക്കിയപ്പോ വീഡിയോയുടെ കാര്യത്തിൽ നോക്കാം. ഞാൻ എന്താ പറയുക വാ കണ്ടൂടെ അജർദാസ് മുത്തം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ പോയ സമയത്ത് ഞങ്ങൾ നേരത്തെ വീഡിയോ 11 വീഡിയോ 12 വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ചു. അത് ഏറ്റവും നല്ല കാര്യമായി. അൻബീസിന് പോകുന്ന പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പായി ഇവള് റെഡിയാണ് പോവാന്. അപ്പൊ ഈ അൻബീസ് വീഡിയോ ആണല്ലോ, ഞങ്ങൾ കഷ്ടപ്പെട്ട കുറഞ്ഞ ദിവസം ലീവ് എടുത്തു. പിന്നെ നോമ്പിന് വീഡിയോ പറഞ്ഞു. നോമ്പ് ചൂട് കയറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു, നല്ല തളർച്ച. ഞങ്ങൾ നോമ്പിലല്ലേ, നാസ് നോമ്പ് പറ്റി നമുക്കറിയില്ല, പക്ഷെ നമ്മള് നോമ്പില്ല. അങ്ങ് നോമ്പായതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. അപ്പൊ പരമാവധി കുറച്ചാണ് വീഡിയോ നോമ്പിന്. നോമ്പിന് ഞങ്ങൾ ചെയ്തു നമ്മളെ വീഡിയോ ഒക്കെ ഓട്ടം ചാട്ടവും അടികൊണ്ട് ഓടുന്നതും ഒക്കെ അങ്ങനെ നിന്നോർത്ത് സംസാരിക്കുന്ന വിഷയമല്ല. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം ഓടുന്നതും ചാടുന്നതും എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. അതാണ് സ്ക്രീനിൽ എപ്പോഴും അങ്ങനെ വേണം. ഇങ്ങനെ സൈലന്റ് നോമ്പായിട്ട് വരെ ആളുകൾക്ക് ഇഷ്ടമാണല്ലോ. ഞങ്ങളെ കൂടെ മുസ്ലിംസ് ഞങ്ങളിങ്ങനെ പിന്നെ ഞങ്ങള് എല്ലാരും ഉണ്ടാവില്ല, മറ്റു മതക്കാരുണ്ടാവില്ല. അപ്പൊ അവർക്ക് ജ്യൂസ് ആയിട്ട് വന്നപ്പോ ലാസ്റ്റ് ലൊക്കേഷൻ ഞങ്ങള് 4:30 സമയമാണ്. ആകെ വെള്ളൊക്കെ വറ്റി ആകെ ഇങ്ങനെ ടയർഡായിക്കണ സമയത്ത് ഇല്ലടി വെന്നിക്കും ചേച്ചിക്കും ഷേദക്കും ജ്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നേ. അതാ വീട്ടിൽ ഞങ്ങളെ മുന്നിൽ ഞാൻ ആദ്യം ആക്കിയില്ല, ഇവരാക്കിയിട്ടുണ്ടാവും, അതാണ് പറയണത്. അവര് കുടിച്ചില്ല, അവര് ടെൻഷൻ ഒരു കഴിക്കൂല. ഒരു നോമ്പാണെങ്കിൽ കഴിക്കലില്ല, അങ്ങനാണ്ട് മൂലയ്ക്ക് വെക്കാണ് 2 കിലോ ഭയം കഴിച്ചത്. ഞങ്ങളെ മുന്നിൽ കഴിക്കലില്ല. നോമ്പിനോട് റെസ്റ്റ് എടുത്തിട്ടില്ല. നിങ്ങൾ അവിടെയും നിങ്ങൾ ഹാർഡ് വർക്കിംഗ് വെരി ഇമ്പോർട്ടന്റ്. അത് ഇത് ചെയ്യാൻ നിർബന്ധമാണ്, അല്ലാതെ ഔട്ടാവും. ഇഷ്ടംപോലെ ഫീൽഡിൽ പുതിയ ആൾക്കാർ വരുന്നു. നിങ്ങളുടെ ഫേസ് എപ്പോഴും നിലനിൽക്കാന്ന് വെച്ചാൽ അതിന് പുറകെ ഹാർഡ് വർക്ക് വേണം. അപ്പൊ അടുത്ത ചോദ്യം, ഷൂട്ടിങ്ങിന് മുൻപ് റെഡി ആവാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആരാ ഈ കൂട്ടത്തില്? നമ്മളെ ക്യാമറാമാൻ വന്നിട്ടില്ല, പെട്ടെന്ന് ആഴ്ച വിളിച്ചിട്ടില്ല. ഫോട്ടോ വെട്ടി ഒട്ടിക്കാം നമുക്ക്. പറയുമ്പോ എല്ലാവർക്കും അറിയും ആള് സ്വന്തം വേറെ വ്ലോഗ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആളെന്താ ലേറ്റ് ആവണേ? ലേറ്റ് ആയി വരുന്നതാണോ? അത് അയാൾ ഉറങ്ങുന്നത്, അയാൾ ഏറ്റവും വണ്ടിഭ്രാന്തനാണ്. നേരത്തെ കല്യാണത്തിന്റെ ഫസ്റ്റ് നൈറ്റ് ആണെങ്കില് പുറത്തൊരു ബെൻസ് നിർത്തിയിണെങ്കിൽ ഓളെ ഞാൻ പോരട്ടാറാണ് അയച്ചു പോകും. അല്ല ഞാൻ ഓളേറ്റ് പോകുന്ന അല്ല, ഞാൻ അത്രയും വണ്ടിഭ്രാന്ത് പറഞ്ഞത്. വണ്ടിയാണ് അയാൾ മെയിൻ, ഏത് കാര്യത്തിനും വണ്ടി. അപ്പൊ ഈ രാത്രി ഫുൾ ടൈം ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും നല്ല നല്ല വലിയ അടിപൊളി വണ്ടികളുണ്ട്. BMW ഓടിയേക്കാൻ സുഹൃത്തുക്കൾ നല്ല വണ്ടികളുണ്ട്. അപ്പൊ അതില് ഭയങ്കര ക്രേസാണ്. അതില് ഇപ്പൊ അവിടെ വന്ന ഇങ്ങോട്ട് പറയും ഒക്കെ ഉണ്ടാക്കൂ. അത്രത്തോളം വണ്ടി. അപ്പൊ ഈ രാത്രി 1 മണി 2 മണി വരെ അയാൾ പുറത്ത് വണ്ടിക്ക് ഇറങ്ങി, പിന്നെ കിടന്നുറങ്ങി 3:30 ഉറങ്ങണേ 4 മണിയാവും, പിന്നെ എണീറ്റ് വരുമ്പോ 10-11 നമ്മൾ ഷൂട്ട് 9 മണിയാകുമ്പോഴത്തേന് പറയുന്ന ഷൂട്ടിന് ഇങ്ങനെ ചെയ്യണ ഇങ്ങനെ ഉറങ്ങും. ആൾ ഉറങ്ങും. നിന്നുറങ്ങും. അതാണ് അവസ്ഥ. ആർട്ടിസ്റ്റ് നേരത്തെ എത്തും, ക്യാമറമാൻ ലേറ്റ് ആയി വരും, എന്നിട്ട് എടുത്തോണ്ടിരിക്കുമ്പോ ഉറങ്ങും. ഇതാണ് സ്ഥിരം പരിപാടി. ഡയറക്ഷൻ ക്യാമറ കൂടിയാണ്, ഒരു കയ്യില് പേപ്പർ ഒരു കയ്യില് ക്യാമറ. നിങ്ങൾക്ക് ഇത് പഠിക്കുകയും ചെയ്യാം, എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുകയും ചെയ്യാം. ഭാവിയിൽ സിനിമ ചെയ്യും. ഓക്കെ, വളരെ സീരിയസ് ആയ ഒരു സീൻ എടുക്കുമ്പോ പെട്ടെന്ന് ചിരിച്ച് കൊളാക്കുന്ന ആരാ ഈ കൂട്ടത്തില്?
അത് മാത്രം അത് നമ്മൾ ലാസ്റ്റ് മറ്റേ ഞങ്ങള് പഞ്ചായത്ത് ചിരിക്കാൻ സമയം കൊടുക്കൂലേ ഒരു ഒരു reels ഇട്ടാ. അത് വെറുതെ എപ്പോഴും അത് ഈ വർക്ക് മാത്രമല്ല, ഏത് സീരിയസ് വിഷയം മാത്രമല്ല, ഏത് വിഷയത്തിലായാലും ചിരി വന്നാല് ചിരിച്ചതിന് ശേഷം പിന്നെ take. അത് തീർത്താളാണ് അത് തീർത്താ പിന്നെ ഓക്കെ. പിന്നെ okay, പിന്നെ ഞങ്ങള് okay. ഇപ്പോഴത്തെ പിന്നെ വേറെ മരുന്നുണ്ട് കട്ടൻ ചായ. അതല്ല ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനൊക്കെ ചിരിച്ചു പോയി. കാരണം ഈ പല്ല് കാണിച്ചിട്ട് തേങ്ങാപ്പൂള് തരണം, ഞാൻ തേങ്ങാപ്പൂള് എന്ന് പറഞ്ഞു. അത് എനിക്കും ചിരി ഏറ്റവും കൂടുതൽ ചിരിച്ചാൽ അതായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ നോക്കി, കാരണം ബാക്കിൽ നിന്ന് ക്യാമറ വെച്ചിരുന്നത് മുകളിൽ കിട്ടിയാൽ മതി. പക്ഷെ അങ്ങനെ അത് ഏറ്റവും ചിരിച്ചാൽ കൂടുതൽ ചിരിച്ചു സംഭവം. ആ സീൻ കാണുമ്പോൾ ചിരിക്കുമ്പോൾ നോക്കിക്കൊണ്ട് ആ ചിരി ഇവിടെ കെട്ടിക്കുമ്പോഴേ ഇവിടുന്നൊരു വേദന ഇങ്ങനെ വരും. അപ്പൊ ചിരിച്ചങ്ങ് തീർത്താ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ തന്നെ ആ ചിരിച്ച് തീർത്താൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ വിചാരിച്ചാല് ഓക്കെ ആയി മൈൻഡ് ഫ്രീ ആയി വിചാരിച്ചാ ഒന്നും നോക്കണ്ട, ആ ഫ്ലോയിൽ അങ്ങനെ പോകും. അതിന് മൈൻഡ് എന്താ അറിയോ, കുട്ടി കരയെ അതിൽ ശബ്ദം കണ്ടാലേ മൈൻഡ് ഇങ്ങനെ മാറും. ഉണക്കമുന്തിരില്ലേ ഓർമ്മല്ലേ, ചെറിയ ബേബി ആൾക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട്. ഭയങ്കര ഫാൻസ്. അതിലത്തെ വീഡിയോ കമന്റ് ഇഷ്ടം പോലെ. അയ്യോ അവരെ കുറിച്ച് എല്ലാരും നിങ്ങൾ ആരും കണ്ടില്ല. ഓക്കെ, അടുത്തത് ഒരാൾ എഡിറ്റിംഗ് തിരക്കിലായിരിക്കുമ്പോ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ആരായിരിക്കും? അവന്റെ വൈഫ്. കേൾക്കണ്ട, അത് അയാൾക്ക് ഏറ്റവും മെയിൻ കൂടുതൽ ഉറക്കാണ്. ഇങ്ങനെ അടിച്ചുതരാൻ പോണ ബെഡ് ഇങ്ങനെ കണ്ട അവിടെ പോയി ഉറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് കൊച്ചുമൊക്കെ അങ്ങനെ തന്നെ. അത് പെണ്ണുങ്ങൾ സാധാരണ ഉള്ള സംഭവമാണ്, ഉറങ്ങണ്ടേ. അതിപ്പോ ഇന്നലെ എന്നോട് പറഞ്ഞേ, എന്നും പറഞ്ഞാണ് ഈ 10-14 വർഷം കല്യാണം കേട്ട് അന്നൊക്കെ പറഞ്ഞാണ് സമയത്ത് 9 മണിക്ക് വീട്ടിൽ കയറണം, 10 മണി തീരുമാനിക്കുള്ളൂ. ഇന്നലെ ഒരു സംഭവം ഇല്ലായിരുന്നു. എന്നോട് വെറുതെ വേണ്ടേ രാവിലെ പറഞ്ഞിരുന്നു, ഇന്ന് 10 മണിക്ക് കയറുന്നു ഉറങ്ങാട്ടോ പറഞ്ഞു. അപ്പൊ വൈകിട്ടപ്പോ എനിക്കൊരു എന്തൊക്കെ വെറുതെ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു മൂഡ് ഓഫ് ആയി ചെയ്യണ്ടേ അങ്ങോട്ടല്ലോ. എന്താ പെണ്ണും കാത്തുണ്ടാകുന്ന സംഭവം അതുപോലെ മാത്രമുള്ള പെണ്ണുങ്ങൾ പറഞ്ഞു മാത്രമേ ഞങ്ങൾക്ക് മാത്രമുള്ള പറഞ്ഞ വിഷയമാണ് ആ വിഷയം. അപ്പൊ ഞങ്ങൾക്ക് എന്തറിയില്ല ഭയങ്കര മൈൻഡ് ഔട്ട് ആയിട്ട് ഞാൻ 10 മണിക്ക് വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു പോകാൻ എനിക്ക് റാത്ത. ഞാൻ മാഷിനെ വിളിച്ച് ഒറ്റ പോയി കഴിച്ചത്. അത് ഇന്നലെ പോയിക്കാണ്ട് ഞാൻ ലാസ്റ്റിക്ക് പിന്നെ കഴിച്ച് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് കിടന്നപ്പോ ഏകദേശം 12 മണിട്ടാണ് കിടന്നിട്ട് ഫിറ്റ് ആക്കണ്ടേ ഇരിണ്ട്. ഞാൻ എന്താ കാട്ടി പുതപ്പ് നേരത്തെ ഇങ്ങനെ തിരിഞ്ഞാണ് കിടന്നു. പിന്നെ അതേപോലെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ പറഞ്ഞേ നിങ്ങൾ എന്ത് ചെയ്യേ ഇന്നലെ 10 മണിക്ക് ഇത് നേരത്തെ തരാൻ സമയമില്ല. ഇത് അതല്ല, ഇത് അങ്ങനെയാണ്. അയാൾക്ക് മെയിൻ ഉറക്കണം. അയാൾക്ക് അതിന് അയാളെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. രാത്രി നട്ടപാതിരാക്കി പിന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തല്ലേ എനിക്ക് ഡോറൊന്നും തുറക്കല്. അല്ല ഞാൻ ചോദിക്കാം, ആളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചോദിക്കുന്നത് ഒന്ന് കെട്ടിയവൻ ഒരു 9 മണിയാകുമ്പോ ഒന്ന് റൂമിൽ കിടന്ന് ഉറങ്ങുന്നത് കാണാം. വന്നാ അപ്പ പറയും ജ്യൂസ് ലൈം, ജ്യൂസ് ലൈം, ബത്തക്കം കുടിച്ചോടുന്ന പൈനാപ്പിൾ ജ്യൂസ്. 1 മണിക്ക് എന്നാലും ജ്യൂസ് അല്ല ഓളെ കണ്ട ജ്യൂസ് 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 ഞങ്ങള് ഞാൻ ഓളപ്പോ ഞങ്ങള് പുറത്ത് നല്ല കഴിച്ചാല് കടല വാങ്ങാന് 10 കിലോമീറ്റർ പോലെ അതൊരു കാക്കാന്റെ കടല. ഓ അടിപൊളി കടല. കപ്പലണ്ടിയാ കപ്പലണ്ടിയാ കൊറേ ദൂരെ പോയി ഇങ്ങനെ ആട്ടി ആട്ടി ഉണ്ടാക്കുമ്പോ തന്നെ പ്രത്യേക സത്യം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് പോകലുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ജ്യൂസ് പാവാണ് സത്യത്തിലിതാ. ഓക്കെ സത്യത്തില് 3 നേരത്തിൽ ഉറക്ക് മുറിഞ്ഞ് നമ്മ മരുന്ന് പിടിച്ചില്ലേ അതേമാതിരിയാണ്. ഷാന് കുട്ടികളെ ഉറക്കാൻ വേണ്ടിട്ട് പോവും. കുട്ടികൾക്ക് അനസ്തേഷ്യം കൊടുത്തണം അങ്ങനെ പോകണം കാണാം. അങ്ങനെ ഉറക്കി ഇങ്ങനെ വരും. അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിച്ച് പിന്നെ 10 മണിക്ക് കിടക്കാൻ പോകും. ഇപ്പൊ രാത്രി 12 മണി 12:30 വരുള്ളൂ. അപ്പൊ ഇപ്പോഴും പറയും ഓൻ പറയും ജ്യൂസ് ജ്യൂസ്. എന്നിട്ട് ഇപ്പോഴും ഉറങ്ങി ഇങ്ങനെ വരും. കണ്ണിങ്ങനെ പാവാണ്. ഞാൻ ഓളോട് പറയും ഇജ്ജത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ നിക്കണേ, ഓൻ ഉണ്ടാക്കിക്കോട്ടെ, ഓൻ കുടിച്ചല്ലേ വരുന്നേ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങനൊന്നുമില്ല. ഓൾ ആ നേരത്ത് ഉറക്കൊഴിച്ച് എണീറ്റ് വന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന സ്നേഹം കൊണ്ടാണ്. ചില പെൺകുട്ടികളെന്താ പറഞ്ഞേ സമത്താണ് അറിയാണ്ട് ഇവനോട് ഉണ്ടാക്കിച്ചു സ്നേഹം ഇല്ലാതാവാണ്. അത് അല്ല നേരെ തിരിച്ചാണെങ്കിൽ എന്താ പറയല്, വേറെ പണിയൊന്നുമില്ല മാണിക ഉണ്ടാക്കി കുടിച്ചോളി കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പിന്നെ 100-ല് 10 ഉണ്ടാവും. ഞാൻ തരാൻ കണ്ടിട്ടില്ല. ഞാൻ സ്വകാര്യത്തിന്റെ ഭാര്യ ഞാനും ചോദിച്ചോക്കട്ടെ വന്നിട്ടില്ല. ചോദിച്ചോക്കട്ടെ. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരണമെങ്കിൽ ആദ്യം ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് പറഞ്ഞാലും
അതിനപ്പുറം ഞാൻ കുറെ കേൾക്കുന്നുണ്ട്. അത് ആരും പുള്ളി കേൾക്കണില്ല, കാണുന്നില്ല. അത് ഞാനാണ് കേൾക്കുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത്. അതിപ്പോ അവൾക്ക് അറിയില്ലല്ലോ. ഇവിടെ മുമ്പിൽ അവള് പാവം എന്നെ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങളുടെ ഒന്നും ചെയ്യാൻ പറ്റും ജ്യൂസ് ചോദിക്കാന്ന് മാത്രം. ജ്യൂസ് ജ്യൂസ് മസ്റ്റാന്ന് അറിയില്ല, എനിക്ക് ജ്യൂസ് ജ്യൂസ് ഭയങ്കര മസ്റ്റാണ്. ഇഷ്ടമാണ്. ഓക്കെ. പണ്ട് കൊച്ചിരി ഇങ്ങനെയായിരുന്നോ നിങ്ങളുടെ കൊണ്ട് ജ്യൂസ്? അന്നൊക്കെ ഞാന് ഒറ്റക്ക് കോഴിമുട്ട പുഴുങ്ങ കാണാതെടുത്ത് തിന്ന് ഞാൻ ഒരു ഉണ്ടാക്കുക. മനുഷ്യനെ വാണൊക്കെ എടുത്ത് അങ്ങനെ തന്നെ എന്നിട്ട് ഉമ്മ പേടിച്ചൊരു കോഴിമുട്ട വരെ എടുത്ത് വെച്ച സംഭവം ഉണ്ടായിരുന്നു. വനിതാ പുസ്തകം ഉണ്ടല്ലോ, വനിതാ പുസ്തകത്തില് ഇങ്ങനെ കാണാം. അപ്പൊ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഉണ്ടാക്കി നോക്കി കുറെ റെസിപ്പീസ്, കുറെ പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. നല്ല കിടന്ന പായസം ഒക്കെ ഉണ്ടാക്കി. ഒരു പ്രാവശ്യം ഉമ്മാനായിട്ടൊക്കെ കച്ചറുണ്ടായിട്ട് ഉമ്മ ഫിറ്റാക്കി. ലാസ്റ്റ് സങ്കടം കുറെ അടി കിട്ടി. ലാസ്റ്റ് വലിയ ചീത്ത ആ കുട്ടി ഉണ്ടാക്കിയതെല്ലാം പിന്നെ എല്ലാവരും ഒരുമിച്ച് കുടിച്ചൊക്കെ ചെയ്തു. അതൊക്കെ നല്ല ഇപ്പൊ നല്ല ഓർമ്മയാണ്. എന്ത് ടേസ്റ്റ് തരോ. പിന്നെ എല്ലാവരും മുടക്കിയതേപോലെ മുടക്കിയാണ് ഞാൻ നിർത്തി. അല്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു ഷെഫോ നല്ല ജ്യൂസ് മാസ്റ്റർ ഒക്കെ ആയിരുന്നു. വൈഫിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ജ്യൂസ്? വൈഫിന് ഞാൻ കേട്ടോ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആണോ? വേറെ എന്തെങ്കിലും ജൂവിക്ക് ഇല്ല ഓൾണ്ടാക്കിയത് നിങ്ങൾ ആളൊന്ന് വിളിച്ചു ചോദിച്ചാലോ ഈ ഉണ്ടാക്കി കൊടുക്കുന്നത്? ബുദ്ധിമുട്ടാണ്. അല്ലല്ല ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത് കുറവാണ് ജ്യൂസ്. കുറച്ച് ഞാൻ പറഞ്ഞു എപ്പോഴും അയാൾക്ക് നമുക്ക് കിട്ടുക. അങ്ങനെ ഉണ്ടാക്കി തരുന്നത് ഇടക്കിടക്ക് ജ്യൂസ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടാണോ? അല്ല അത് ഒരിക്കലും ബുദ്ധിമുട്ടാതെ പറയില്ല. ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. 100% വർഷം അതൊന്ന് ചോദിച്ചോളൂ. കാരണം ജ്യൂസിന് കാര്യത്തില്ല, ഞാൻ ടോട്ടലി ലൈഫില് ഇപ്പൊ എന്റെ ഒക്കെ ഏറ്റവും ഇഷ്ടമാക്കിയ എന്നോട്. അതിപ്പോ ടോട്ടൽ ആണുങ്ങളെ മൈൻഡൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അന്റെ അങ്ങനെ തന്നെ അല്ലേ? പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഹസ്ബൻഡ് ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമാണ്. അത് പെണ്ണുങ്ങളെ ഏറ്റവും നല്ല പോസിറ്റീവാണ്. ഞങ്ങൾ നമ്മളെ ഏറ്റവും വലുത് സിൽവർ ബട്ടൺ കിട്ടിയപ്പോ ഞങ്ങളൊക്കെ ഒപ്പുണ്ട്. സത്യത്തിലേ ഇവള് വിളിച്ചാണ് ഹസ്ബൻഡ് സുലാക്ക് എനിക്ക് കിട്ടിയ കിട്ടാ നിന്നോട് പറഞ്ഞിട്ടില്ല കേട്ടാ. സുഹേലൊക്കെ ഹസ്ബൻഡ് അറിഞ്ഞിരുന്ന ഈ വിഷയം. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. നേരെ കൊണ്ടുപോയി അവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ആ കാര്യത്തിൽ പെണ്ണുങ്ങൾ ഭയങ്കര പോസിറ്റീവാണ്. കാരണം അവര് ഏറ്റവും പ്രിയപ്പെട്ടത് ഹസ്ബൻഡാണ്. പക്ഷെ ആണുങ്ങളുടെ കാര്യത്തില് ഫസ്റ്റ് ഫ്രണ്ട്സുകള്, പിന്നെ ഏറ്റവും ദേഷ്യം അങ്ങനെ തന്നെ ആണല്ലോ. അത് നിങ്ങൾക്ക് കല്യാണം കഴിക്കാത്ത അറിയില്ല. കാരണം ഫ്രണ്ട്സ് ബോയ്സ് ഫ്രണ്ട്സ് വേറെ വൈബാണ്. അത് ഒരിക്കലും നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടൂല. അപ്പൊ ഞങ്ങൾക്ക് ഫ്രണ്ട്സോട് എന്തും പറയാം. അതൊറ്റക്കല്ല. ഇപ്പൊ ഒരു ക്ലാസ് റൂം പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ബോയ്സ് ഒന്നായിരിക്കും. പക്ഷെ ഗേൾസ് 5 ബെഞ്ചാണെങ്കിൽ 5 ബെഞ്ചിൽ 10 ടീമായിരിക്കും. 10 ടീം ഉണ്ടാവും. ഞാൻ അധ്യാപനം എനിക്കും അറിയാം. ഓരോ ഗ്യാങ് ആവല്ലോ ഗേൾസിന്റെ ഇടയിൽ. പക്ഷെ ബോയ്സിന്റെ ഇടയിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പൊ മീറ്റപ്പിൽ വിളിക്കുമ്പോ ഓളെ ഞാൻ വിളിച്ചു, ഓളെ വിളിച്ചു. അത് 15 കൊല്ലം കഴിഞ്ഞാലും അത് അവരങ്ങനെ ചൂസ് ചെയ്യേണ്ടത്. അത് എങ്ങനെ ഞങ്ങൾക്ക് ഫുൾ ടീം പ്ലസ് ടു പഠിച്ച ടീം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ഭയങ്കര വിശ്വാസമല്ല ബോയ്സ്. ഭയങ്കര രസമാണ്. പിന്നെ അടി കിട്ടാനായാലും കൊടുക്കാനായാലും ഒപ്പം നിൽക്കും. ഇവർ പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടാ നമ്മൾ എല്ലാം ഇങ്ങോട്ട് മാറിക്കാണ്ട് എടിയോളെ അങ്ങനെ പറഞ്ഞു പറയും ഇങ്ങോട്ട് വിഷയം. അപ്പൊ അങ്ങോട്ട് പക്ഷെ അങ്ങനല്ല. അതേ സ്ഥാനത്ത് ഒരു ബോയ് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒരു നല്ല വിശ്വാസം ഉണ്ടാവും കേട്ടോ. അത് സത്യത്തില്ല അങ്ങനെയാണ്. പയ്യനെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ വന്ന് പറഞ്ഞത് അത് അങ്ങനെ തന്നെ. എനിക്ക് കുറെ ബെസ്റ്റ് ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് പറ്റൂല ഭയങ്കര എതിർപ്പാണ്. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഏത് സുഹൃത്തുക്കളും പേര് പെണ്ണായാലും ആണായാലും ഇപ്പൊ ഞാൻ ഡെയിലി നാസറിന്റെ പേര് നാസറിന്റെ കൂടെ പോവാണ്, നാസറിന്റെ കൂടെ വരികയാണ്, നാസറിനെ കാണാം. നാസറിന് പറഞ്ഞാല് വൈഫിന് വേണ്ടി പറ്റൂല. ഏത് നാസറ് ആണെ കെട്ടി ഓന്റെ കൂടെ പോയിക്കോളി, നോങ്ങ് തിന്നാൻ തരും, നിങ്ങൾ ആ ഡ്രസ്സ് പോകാൻ നോക്കിക്കോളൂ, എല്ലാ കാര്യം. അപ്പൊ അങ്ങനെ പെണ്ണുങ്ങൾ മൈൻഡ്. ഇപ്പൊ ഇവിടെ ഈ വീടിന്റെ പരിസരത്തുള്ള ഒരാളെ പേരെ പറഞ്ഞില്ല. അവന്റെ വൈഫ് ഗൾഫിൽ നിന്ന് തന്നെ അവൻ ഗൾഫിൽ നിന്ന് തന്നെ മുന്നോട്ട് വിളിച്ചെന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പ്രാവശ്യം മൂപ്പരത്തേക്ക് നടക്കരുത്. ഞാനാണ് എനിക്ക് കല്യാണം കഴിച്ചെന്ന വ്യക്തിയാണ്, നിങ്ങളെ പെണ്ണുങ്ങളല്ലാന്ന്. ഞാൻ അതോടുകൂടി ആ പ്രാവശ്യം വരല് ആശയം നിർത്തിപ്പോയി. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ആ വരവ് കുറവായിരുന്നു. കല്യാണം കഴിച്ചവനെ ഒക്കെ ആൾക്കാര് പിന്നെ പെണ്ണുങ്ങൾ പിടിച്ചു വെച്ച ചോറാണല്ലോ. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആയിരിക്കും. പക്ഷെ ഹസ്ബൻഡിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഫ്രണ്ട്സ് ആയിരിക്കും. അല്ല പക്ഷെ മറ്റുള്ള പെൺകുട്ടികളെ അപേക്ഷിച്ച് നമുക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. അതായത് ഇങ്ങനെ പിടിച്ചു വെക്കാം, അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട, അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ടത് അങ്ങനത്തെ സീറോ ആണ്. അതല്ല തോന്നുമ്പോ കേറി പോണേ. അതിപ്പോ ശരിക്ക് നമ്മള് അത്ര സ്പ്രേ അടിക്കൂലേ, ആ സ്പ്രേ മാറി പുറത്തുനിന്ന് പോകുമ്പോ വേറെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി അടിച്ചു വന്നാൽ തന്നെ
ഇതേതാ സ്പ്രേ ഇത് എവിടുന്ന് കിട്ടി ഈ കാറിനാണ് മെയിൻ പ്രശ്നം. സത്യം. ഫ്രണ്ട്സാളെ കാറിന്ന് അടിക്കുമല്ലോ. ആ അത് smell. അത്രത്തോളം നോക്കുന്നുണ്ട് പെണ്ണുങ്ങൾ അതാണ് പെണ്ണുങ്ങൾ രസം ഒബ്സർവേഷൻ ആ, സംശയം എന്ന് പറയുന്നത് വരും. പ്രത്യേക കഴിവാണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് സ്നേഹം ഏറിയിട്ട് സംശയം മാറുന്ന സംഭവം അങ്ങനെയൊന്നല്ല. അത് കിട്ടും ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി. പാത്ത് ചിലപ്പോ പാത്താവും. അതെ റിയൽ ക്യാമറ എടുത്ത് അടിക്കും ഓക്കെ. അപ്പൊ ആളുടെ വൈഫിൽ നിന്ന് വിളിച്ച് ചോദിക്കാം. വേണ്ട വേണ്ട അയാളല്ലേ ചീപ്പല്ല എന്തെങ്കിലും വിളിച്ചാൽ തീരെ ഇഷ്ടത്തില് ഫീൽഡാണ് ഈ ഫീൽഡ് ഓക്കെ സപ്പോർട്ടിന്റെ ഒക്കെ ആക്കത്തിന് പക്ഷെ സപ്പോർട്ടാ. അങ്ങനത്തെ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് ഓക്കെ ഡൺ. അടുത്തത്, വീഡിയോയിലെ കഥാപാത്രത്തെക്കാൾ ജീവിതത്തിൽ ഏറ്റവും പാവം ആരാണ്? പാവം ഞാൻ എല്ലാരും പറ്റിക്കോനാ. അയ്യോ അല്ല വീട്ടിലെങ്ങനെ, പക്ഷെ ഇവൻ ഫ്രണ്ട്സിന്റെ കൂടെ മൊത്തത്തില് പുറത്ത് ഈ നേരത്തെ പറഞ്ഞ ആരെന്ത് പറയാനും. അത് ഒന്നാമത് കടം ചോദിക്കുക നമ്മൾ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾ കടം ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാതെ ഭയങ്കര ടെൻഷനാണ് നമ്മൾ ഉണ്ടായിക്കാണ്ട് ആ കടം കൊടുത്ത ഒരു ഇതാക്കാൻ പറ്റിച്ചിട്ടുണ്ട് തരൂല ഒരു വിധമൊന്നും അല്ല, കുറേ ആരും കൊടുത്തിട്ട് ഇഷ്ടം പോലെ പൈസ പൈസ തരാണ്. ഒരുപാട് ആളുകൾ അത് അവര് മനസ്സിലാക്കൂല എന്നുള്ളത് അത്ര വിഷയമുള്ളൂ. വർഷങ്ങളായി തരാത്ത ആൾക്കാരുണ്ട്. നമുക്ക് പിന്നെ കൂടുതൽ പ്രസ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ അടുത്ത സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ ആ സുഹൃത്ത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഇപ്പൊ ഇയാളോട് പറയും ബെറ്റിങ് തരേണ്ടി കൊറേ ആള് ഇപ്പൊ എന്താണ് നിഷ്കളങ്കത ഓക്കെ എന്ന് പറയും. ഞാൻ പറയും നിസോ വേണ്ടട്ടാ ആ ഇടപാട് ശരിയല്ല എന്ന് പറയപ്പോ ആ കുഴപ്പമില്ല ചേട്ടാ, എന്നിട്ട് അത് തലയിലയക്കാണ്ട് രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെ കുടുങ്ങികളെ. പക്ഷെ ഇപ്പൊ വീഡിയോ കണ്ടു ആരുടെ അടുത്ത് വരാൻ നിൽക്കുന്ന പൈസ ഒന്നുമില്ല. കൊടുക്കുന്നത് ഞാൻ നിർത്തി. അല്ല സത്യത്തില് ഇപ്പൊ എന്നാൽ വീട്ടിലേക്ക് വന്നീന് കുറെ ആൾക്കാരെ ഞങ്ങളിപ്പോ യൂട്യൂബില് വൈറലായതൊരു കൂടി വീട്ടിലേക്ക് ആൾക്കാര് ഓട്ടോ വിളിച്ചത് ഓട്ടോ ഒക്കെ വിളിച്ചാണ്ട് പൈസ ഒരു 5000 കുറവുണ്ട്, ഒരു 3000 കുറവുണ്ട്. ഞാൻ തന്നെ ഒരു 300 രൂപ ഉണ്ടാവില്ല ചിലപ്പോൾ എടുക്കാൻ. അപ്പൊ 5000 ചോദിച്ചാണ് വരല് ടീം. ഇപ്പൊ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് കുറെ ലക്ഷങ്ങളാണ് മന്ത്ലി കിട്ടുന്നത്. യൂട്യൂബ് എന്നാണ് കേൾക്കുമ്പോഴേക്ക് ലക്ഷങ്ങളാണ്. അത് ഓരോരുത്തരും നല്ല വീട്ടിൽ കാര്യം ഭയങ്കര ടെൻഷനാണ്. അയൽവാസികളൊക്കെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ കരഞ്ഞാൽ ആൾക്കാർ വേറെ ധരിക്കൂല. പ്രത്യേകിച്ച് പെങ്ങന്മാർക്ക് ഇതിന്റെ റോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇവരെ പറയാൻ വിശ്വസിക്കൂല. അങ്ങനെ തന്നെ കാര്യം ആ പെണ്ണി ചെന്ന് കാട്ടിട്ടുണ്ടാവും. അത് ഈ ഏറ്റവും പേടിയാണ് പെണ്ണുങ്ങൾ വരുന്നത്. അന്ന് കണ്ട പെണ്ണ് ഇവള് നേരത്തെ കണ്ട പെണ്ണായതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കുട്ടിയെ പിടിച്ചു വന്നെങ്കിലും കിട്ടും എനിക്ക് കുറച്ച് പൈസ വേണം അറിയാണ്ട്. അതേപോലെ ഹസ്ബൻഡ് മരിച്ച് കുട്ടിയാണ് അന്ന് ഹസ്ബൻഡ് കണ്ട് പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞത് എന്റെ ഹസ്ബൻഡ് ആണെന്നൊക്കെ പറഞ്ഞു കണ്ട് ഇവിടെ വന്നപ്പോ പറഞ്ഞു എത്തിയും കുട്ടിയാണ്. എത്തിക്കുട്ടി പറഞ്ഞാൽ വാപ്പില്ലാത്ത കുട്ടി. ആ വെറുതെ കള പറഞ്ഞ പൈസ വാങ്ങുക. അപ്പൊ അങ്ങനെ കുറെ ടീം വരുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ലൈവായിട്ട് പറഞ്ഞിരുന്നു ഒരിക്കലും നമ്മള് പൈസ കൊടുക്കൂല. പിന്നെ ആവശ്യക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ നമ്മള് അത്യാവശ്യക്കാരുണ്ടാവും മരുന്നിന് വേണ്ടിട്ടോ ഇതിനൊക്കെ നിൽക്കുന്ന ആൾക്കാരെ. പക്ഷെ ഹെൽപ്പ് ചെയ്ത് ശത്രുക്കൾ ഉണ്ടാക്കാൻ ഏറ്റവും വലിയ വഴിയാണ് കടം കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. പാവാണ്. എനിക്ക് നന്നായിട്ട് ആൾക്ക് അറിയാൻ തോന്നും കേട്ടോ. ഫ്രണ്ട് എന്ന നിലയില് ഞങ്ങൾ ഇനിയിപ്പോ കഴിഞ്ഞാൽ തന്നെ ഒരുമിച്ച് ചായ അടിക്കാൻ വേണ്ടി പോലെ വരല്ലേ. ചായ ഞങ്ങൾ ഡെയിലി ചായ മസ്താണ്. അവർക്ക് വിളിക്കും. ബോയ്സിന്റെ മെയിൻ സംഭവമാണ് ചായ കൂടി നിർത്തി. ഞങ്ങള് നിർത്തിയോ? ഷുഗർ കട്ടായിരുന്നു. ഷുഗർ കട്ടാണ്. പക്ഷെ ഇവ ഷുഗർ കട്ടാ അപ്പം മായമ്പൊരി കഴിക്കും. പൊരിച്ചല്ലാത്ത കഴിക്കല് സ്റ്റീം ചെയ്താ മധുരം കഴിക്കില്ലേ. അപ്പൊ മായമ്പൊരി നോക്കാ ഡയറ്റ് അല്ലല്ലോ. പക്ഷെ ഷുഗർ ചായക്ക് തന്നെ കഴിക്കലും അവന്. വൈകുന്നേരം അധികം ബോയ്സും ബെസ്റ്റ് ഫ്രണ്ട് ഒറ്റയ്ക്ക് പോകാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ ഒരാൾ വിളിച്ചിട്ട് എങ്ങനെ ചായ എടുക്കാൻ പോവുള്ളൂ. എല്ലാം ചായ മസ്റ്റാണ്. അത് വൈകുന്നേരം അസർ കഴിഞ്ഞാൽ ആ ചായ കുടിയിൽ കണ്ടന്റ് ഒക്കെ വരും. നല്ല രസമാണ്. നിങ്ങളുടെ പ്ലാനിങ് നടക്കണ സംസാരിക്കുമ്പോഴാണല്ലോ കോണ്ടന്റ് കിട്ടാന്ന് പറയുന്നത്. പ്ലാനിങ് കോയിത്തരം എല്ലാ കാട്ടുകൂട്ടിലും അടിപിടി ഒക്കെ സ്കൂളിൽ പോകണ്ട മാറി. വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് ആരും 2 മാസം മറന്നോളല്ലാരും. അപ്പൊ ഞാൻ ബാക്ക് ടു മാഷായിക്കോളാം. ഓക്കെ ശരി. ഒരു യാത്രക്കിടയില് വഴി തെറ്റിയ മറ്റൊരാളോട് വഴി ചോദിക്കാൻ മടിയില്ലാത്തത് ആരാണ് ഈ കൂട്ടത്തിൽ? ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള? അല്ല അത് ആർക്കും പറ്റില്ല. ഏത് കാര്യം വഴി ചോദിക്കാനോ അങ്ങനത്തെ സംസാരിക്കുന്ന വിഷയമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാഷിനെ പെട്ടെന്ന് ഇപ്പൊ ചില ശത്രുക്കൾ ഉണ്ടാവും, നമുക്ക് സംസാരിക്കാൻ പറ്റൂല എന്നുള്ള സംഭവം ഉണ്ടാവല്ലോ. അപ്പൊ ഞാൻ ഏറ്റവും അറിയും. ഇപ്പൊ ഇന്നും പോയി ഈ വരുന്ന സമയത്ത് ഞാൻ ചെറിയ വിഷയമാണ് ഏൽപ്പിച്ചപ്പോ അത് ഞാൻ ഏറ്റവും പോകുന്ന ആളാണ്. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന പോലാണ്. അല്ലാതെ സാധാരണ വിഷയങ്ങളില് സംസാരിക്കും. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഇന്നത്തെ കാലത്തെ നമ്മളെല്ലാരും നമ്മുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന സമയമാണല്ലോ. ഇപ്പം അവരവരുടെ കാര്യം നോക്കാം. ഒരാളുടെ കാര്യം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മനസ്സാണല്ലോ ഇന്നത്തെ കാലത്ത്. അങ്ങനെ പ്രശ്നങ്ങൾ 100 ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാള് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ലൈഫിൽ എങ്ങനെയാ കാണുന്നത്? നല്ല സംഭവമാണ്. ആശങ്കല്ല. ഇപ്പോ അത് കുറവാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറവാണ്. ഈ ഇപ്പൊ അത് 90s ഇപ്പൊ ഞങ്ങൾക്ക് 90s ആണ്.
ആ ആളുകൾക്ക് ഇപ്പോൾ ഒരാൾ ടെൻഷൻ കേൾക്കുമ്പോൾ അയാളെ ടെൻഷനിലൂടെ പങ്കാളിയാവാൻ അല്ലെങ്കിൽ അയാൾ കൂടെ നിന്ന് കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഈ ടെൻഷൻ ആവേണ്ട പറയാനുള്ള അല്ലെങ്കിൽ അയാൾക്ക് താങ്ങാൻ നിൽക്കാനുള്ള ഒരു കഴിവ് 90s ഈ 2K കിഡ്സിന് അത് കുറവാണ്. പക്ഷെ പോലും അത് മനസ്സിലാക്കൂല കേട്ടോ. ഒരാൾക്ക് അടുത്തുള്ള സുഹൃത്തിന് പോലും വിഷമം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണില്ല അതിൻ്റെ ഒരു ഇത്. നമുക്ക് ഏറ്റവും സപ്പോർട്ട് സുഹൃത്തുക്കൾ നമുക്ക് കൊടുക്കും. ഇപ്പോൾ നമ്മൾ സുഹൃത്തിന് വിഷമം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ആൾക്കാർ അറിയണില്ല അതിൻ്റെ ഒരു മൈൻഡിൽ. മറ്റും ചെയ്യേണ്ട സംഭവമാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ മറ്റില്ല സാമ്പത്തികമായിട്ട് മാത്രമല്ല നമുക്ക് ഒരാൾക്ക് നിന്ന് കൊടുക്കാൻ ഒപ്പം നിന്ന് കൊടുക്കാൻ സംഭവമുണ്ട്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത്രേ ഉള്ളൂ. അത് നമ്മൾ ഇപ്പോഴായാലും ഒന്നും കൊടുക്കും. അതിലിപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് മറ്റേത് അതൊരു വിഷയമല്ല. സെലിബ്രേറ്റ് പെട്ടെന്ന് പറഞ്ഞാൽ സംഭവം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടല്ലേ നമുക്ക് ആരെയും സഹായിക്കുന്ന ഇപ്പോൾ റോട്ടിലൊരു കല്ല് വീണെടുക്കുകയാണെങ്കിൽ ആ കല്ല് നമ്മൾ ഇറങ്ങിയിട്ട് മാറ്റി കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. ഒരു ബൈക്ക് അടുത്ത ബൈക്ക് ബാക്കി വരികയാണെങ്കിൽ സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ അയാൾ ലൈഫ് പോകണം. അത് ആലോചിച്ചാൽ മതി. എത്രയോ നമ്മൾ കാണാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതിൽ അവരല്ലേ ആക്കൊരു സഹായമാണ്. അതൊക്കെ നല്ല കാര്യം തന്നെ. അതിപ്പോഴത്തെ ഏത് ജനറേഷനെ ചെയ്യണം എന്ന് പറഞ്ഞത്. അത് മോശക്കേടോ അല്ലെങ്കിൽ ഓവാൻ കാണുമ്പോൾ അത് ഞാൻ കല്ലെടുത്ത് മാറ്റി അത് അങ്ങനത്തെ ഒരു കരുതണ്ട. നമ്മളാരും സഹായിക്കുക അത്രേ ഉള്ളൂ. പറ്റിക്കപ്പെടും പറ്റിക്കവരൊക്കെ അകത്ത് പറഞ്ഞൊക്കെ നിന്ന് കൊടുത്തിട്ടാണ്. പക്ഷെ അത് നമ്മളെ വശം നോക്കുകയാണെങ്കിൽ അയാളെ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കണം. അത്രേ ഉള്ളൂ. പിന്നെ അവര് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴും ഇപ്പൊ ഇന്റർവ്യൂസ് കാണുമ്പോഴും എന്തെങ്കിലും എപ്പോഴും ഒരു കാര്യം കിട്ടുമല്ലോ പുതിയതായിട്ട് നമ്മുടെ ലൈഫിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയും നമുക്ക് കാണണം, ഇനിയും ഒരുപാട് കാര്യങ്ങളെ സംസാരിക്കണം. നിങ്ങളുടെ ഒരു സക്സസ് ഉണ്ടല്ലോ, അത് ഇപ്പം എനിക്ക് തുടക്ക സമയത്തും ഞാൻ ഒരു 1 year കഴിഞ്ഞ് വരുമ്പോൾ ആ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്യും, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സിനിമ എന്നൊരു സ്വപ്നം, നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ബിഗ് സ്ക്രീനിലും നിങ്ങളെ കാണാൻ പറ്റട്ടെ ഞാൻ വിഷ് ചെയ്യണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.